ക്ലാസ്സിലൂടെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യത്തിനുള്ള മറുപടി ആയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പം നമുക്കറിയാം നമ്മുടെ 7ാം ക്ലാസ്സിൻ്റെ എക്സാം വിന്നർ ബാച്ചാണ് സൃഷ്ടി ബാച്ച് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മുടെ ബാച്ചുകളിൽ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും കുറച്ച് പേർക്കെങ്കിലും കുറേ കൺഫ്യൂഷൻസ് ഉണ്ട് നമ്മുടെ ആപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എല്ലാ ഡൗട്ട്സും മിസ് തീർത്ത് തരാൻ വേണ്ടി പോവാണ്. അപ്പോൾ കുറേ ഡൗട്ട്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഈ ഡൗട്ട്? ലൈവ് ക്ലാസ് എവിടെ കിട്ടും മിസ്സേ? ടൈം ടേബിൾ എവിടെ കിട്ടും മിസ്സേ? ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡിംഗ് എവിടെ കിട്ടും? വർക്ക്ഷീറ്റ് എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക? നോട്ട് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യും അല്ലേ? ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാമിൻ്റെ PDF എവിടെ കിട്ടും? ഇങ്ങനെ ഒരുപാട് ഡൗട്ടുകളാണ് നിങ്ങൾക്ക്. അപ്പോൾ അതെല്ലാം ഈ ഒറ്റ വീഡിയോയിൽ മിസ് ക്ലിയർ ചെയ്ത് തരും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. ഓക്കെ ആണല്ലോ? സെറ്റ്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്കറിയാം, എക്സാം വിന്നറിൻ്റെ വൈറ്റ് കളർ ആപ്പാണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളിവിടെ എക്സാം വിന്നറിൽ കൊടുത്തിട്ടുള്ള ഒരു നമ്പർ ഉണ്ടല്ലേ, ഫോൺ നമ്പർ. ആ ഫോൺ നമ്പർ നിങ്ങൾ അടിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു OTP വരും, മെസ്സേജ് ആയിട്ട് ഒരു OTP വരും. ആ OTP നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക? എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ആപ്പിൽ നിങ്ങൾ ലോഗിൻ ചെയ്യണം. ആപ്പിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് കാണാൻ പറ്റുക. സൈഡിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് കാണാൻ വേണ്ടി പറ്റുക കേട്ടോ. അപ്പോൾ ഇത് സൃഷ്ടി ബാച്ച് തന്നെയല്ലേ എന്നുള്ളത് നമ്മൾ എങ്ങനെ ഉറപ്പ് വരുത്തും? മുകളിൽ ബാച്ചിൻ്റെ പേരുണ്ടല്ലേ, വെൽക്കം എന്ന് കഴിഞ്ഞതിന് ശേഷം തൊട്ടിപ്പുറത്തൊരു കുട്ടി അല്ലെ പേരായിട്ട് സൃഷ്ടി ബാച്ച് എന്ന് കാണാൻ പറ്റും. സോ അത് നിങ്ങളുടെ ബാച്ചാണെന്ന് ഉറപ്പ് വരുത്തണം. ഇനി ആദ്യത്തെ ഡൗട്ടല്ലേ, ഓരോ ഡൗട്ട്സും ക്ലിയർ ചെയ്യാം. ആദ്യത്തെ ഡൗട്ട് എന്ന് പറയുന്നത് ലൈവ് ക്ലാസ് എങ്ങനെ കാണും? സോ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ആദ്യമുള്ള ഓപ്ഷനാണ് അപ്കമിങ് ലൈവ്സ്. അതായത് ഇന്ന് നിങ്ങൾക്ക് ലൈവ് ഉണ്ടെങ്കിൽ ഇനി വരാൻ ഇരിക്കുന്ന ലൈവുകളാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുക. ഇപ്പോൾ ഇന്ന് ദിൽഷാമിസിൻ്റെ ക്ലാസ് ഉണ്ട്, അതായത് എൻ്റെ ക്ലാസ് ഉണ്ട് നിങ്ങൾക്ക് അല്ലേ, വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റിയുടെ പാർട്ട് 3 ഉണ്ട്. അപ്പോൾ കണ്ടോ, അപ്കമിങ് ലൈവ് എന്ന് പറഞ്ഞാൽ അതാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ സമയം നോക്കിക്കേ, ജൂൺ 13, 2025 7:15 അപ്പോൾ ആ സമയത്ത് വരിക. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലൈവിലേക്ക് പോകാൻ പറ്റും. ലൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലൈവ് ഉണ്ടാവും, അത് നിങ്ങൾ കാണുകയാണ് ചെയ്യുക. അപ്പോൾ എത്ര ലൈവ് ഉണ്ടോ ആ ലൈവൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഫ്രണ്ട് തന്നെ കാണാൻ പറ്റും. സോ ലൈവ് കാണാൻ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞിട്ടുള്ള ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡിങ് എവിടെ കിട്ടും അല്ലേ? ഇപ്പം നിങ്ങൾക്കറിയാം, ബേസിക് സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ ഓൾറെഡി 3 പാർട്ടും നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ്, ലൈവിൻ്റെ റെക്കോർഡിങ് എവിടെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് തൊട്ട് താഴേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ കുറേ ഐക്കൺസ് ഉണ്ട് അല്ലേ. ബാച്ച് ഇൻഫോ, ക്ലാസ് 7 ബ്രിഡ്ജ്, സൃഷ്ടി, ബേസിക് സയൻസ് അല്ലേ, 3ാമത്തെ ഓപ്ഷനായിട്ട് കാണാൻ പറ്റും. അത് അങ്ങോട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ചാപ്റ്റേഴ്സ്, ബേസിക് സയൻസിൻ്റെ ചാപ്റ്റർ നെയിംസ് ആണ് കാണാൻ പറ്റുന്നത്. നോക്കിക്കേ, ടുവേർഡ്സ് ദി 100-fold yield, പിന്നെന്താ ആസിഡ്സ് ആൻഡ് ബേസസ്, വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി എന്നൊക്കെ കാണാം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ റെക്കോർഡിംഗ് ആണ് വേണമെങ്കിൽ അത് അങ്ങോട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ലൈവ് ക്ലാസ്സിൻ്റെ റെക്കോർഡിംഗ് അല്ലേ നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ ലൈവ് ക്ലാസ് എന്ന് കാണാൻ പറ്റും. അതിലിതാ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 4 പാർട്ടിലാണ് തീർത്തിട്ടുള്ളത്. അപ്പോൾ 4 പാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പാർട്ട് 1 ആണ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഓപ്പൺ ചെയ്യുക. അവിടെ ഒരു വീഡിയോൻ്റെ ചിഹ്നമില്ലേ, അതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ATR മിസ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എടുത്തു തന്നത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, സെറ്റാണല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇനി അതിൻ്റെയൊക്കെ ഓരോ പാർട്ടിൻ്റെയും നോട്ട്സ് നിങ്ങൾക്ക് അതിൻ്റെ തൊട്ട് താഴെ തന്നെ കാണാം. ഡൗൺലോഡ് നോട്ട്സ് ഹിയർ കണ്ടില്ലേ, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അത് ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ATR മിസ്സിൻ്റെ അടിപൊളിയായിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. ഇതേപോലെ എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്ത കാര്യം എന്ന് പറയുന്നത് അതേ ചാപ്റ്ററിൻ്റെ വർക്ക്ഷീറ്റ് എവിടെ നിന്ന് കിട്ടും? അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ബേസിക് സയൻസിൻ്റെ ടുവേർഡ്സ് 100-fold yield അല്ലേ. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ലൈവ് ക്ലാസ്സിൻ്റെ താഴെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്. അതായത് ലേണിംഗ് വീഡിയോസ് ആണ് കേട്ടോ റെക്കോർഡഡ് ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ വർഷം ടീച്ചേഴ്സ് റെക്കോർഡ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ് ആണ്. അതും നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ടോപ്പിക് വൈസ് ആയിട്ട് കിട്ടും. ഇനി വർക്ക്ഷീറ്റ് നോക്കുക. അതിൻ്റെ 3ാമത്തെ ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് വർക്ക്ഷീറ്റാണ് കാണുന്നത്. അപ്പോൾ വർക്ക്ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ മലയാളം മീഡിയത്തിനും ഇംഗ്ലീഷ് മീഡിയത്തിനും സെപ്പറേറ്റ് വർക്ക്ഷീറ്റ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, വർക്ക്ഷീറ്റിൻ്റെ ഉള്ളിൽ എന്താ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അടുത്ത പേജിൽ ആൻസർ ഉണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുക, നിങ്ങൾ ആൻസർ ചെയ്യുക, എന്നിട്ട് അടുത്ത ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ വർക്ക്ഷീറ്റ് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടും. നോക്കിക്കേ, ഇപ്പോൾ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റീൻ്റെ വർക്ക്ഷീറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ട്, മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് കണ്ടോ. അപ്പോൾ വർക്ക്ഷീറ്റ് വളരെ സിമ്പിളായിട്ട് കിട്ടും. ഇനി അടുത്തൊരു കാര്യമാണ്, നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ് നടത്തും. ചാപ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾ എക്സാം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ PDF നിങ്ങൾക്ക് കിട്ടും അല്ലേ. ചിലപ്പോൾ അതായത് പിന്നീട് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാം നിങ്ങൾ കൃത്യസമയത്ത് എഴുതണം, പക്ഷേ അതിൻ്റെ PDF നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ എക്സാം നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടുവേർഡ്സ് 100-fold yield എടുക്കുക. അതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് ചാപ്റ്റർ വൈസ് എക്സാം എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ചാപ്റ്റർ വൈസ് എക്സാമിൻ്റെ ആൻസർ കീ PDF ആണത്. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മാത്രം മതി കേട്ടോ.
ഓക്കെ, അപ്പം നിങ്ങളുടെ ലൈവ് ക്ലാസ് എങ്ങനെയോ റെക്കോർഡഡ് എങ്ങനെയോ എല്ലാ കാര്യവും നമ്മൾ പഠിച്ചു. ഇനി ഒരേ ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുള്ളൂ, അതായത് ടൈം ടേബിൾ അവിടെ കിട്ടും. അപ്പോൾ ഈ ആപ്പിൻ്റെ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ, ക്ലാസ് 7 സൃഷ്ടി ബാച്ച് ടൈം ടേബിൾ ഉണ്ട്. അതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ദിവസത്തെ ജൂൺ 13-ാം തീയതിയുള്ള ബേസിക് സയൻസിൻ്റെ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റീൻ്റെ പാർട്ട് 3 ആണുള്ളത്. കണ്ടോ, ക്ലിയർ ആയിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എക്സാംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാംസിൻ്റെ അവിടെ കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് നമ്മുടെ ആപ്പ് ഉപയോഗിക്കാനായിട്ട്, ഒരു കോംപ്ലിക്കേഷനും ഇല്ല. അപ്പോൾ നോട്ട് ഡൗൺലോഡ് ചെയ്യാനും എല്ലാ കാര്യത്തിനും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കണ്ടിട്ട് നമ്മുടെ ആപ്പ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ആപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യാം. ആൻഡ് മക്കളെ, ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം അവൈലബിൾ ആയിരിക്കും. ഈ വർഷം ഫുൾ ഓൺ പവറിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ സൃഷ്ടി ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളൂ. നമ്മുടെ സൃഷ്ടി ബാച്ചിൻ്റെ ഫീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, 2499 ആണ്. ഈ ഒരു റുപ്പീസ് 1 ഇയറിലേക്കാണ്, 1 മാസത്തേക്കോ 2 മാസത്തേക്കോ ഒന്നുമല്ല. അപ്പോൾ 1 ഇയറിലേക്കുള്ള ഫീസാണ്. അപ്പോൾ നന്നായിട്ട് പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. കാരണം കേരളത്തിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ടീച്ചേഴ്സാണ് എക്സാമിനുള്ള നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ഓൾറെഡി ബാച്ചിൽ ജോയിൻ ചെയ്തവരെല്ലാവരും ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തോ, ശക്തി ബാച്ചിൻ്റെ പവർ അറിയിക്കുക. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എല്ലാവരും മക്കളെ വേഗം തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്തിട്ട് പഠിച്ചു തുടങ്ങുക. കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടായി പോകും, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ മക്കളെയും നമ്മുടെ സൃഷ്ടി ബാച്ചിലേക്ക് മിസ് വെൽക്കം ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് എല്ലാ ഡൗട്ട്സും ക്ലാരിഫൈ ചെയ്തു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ മക്കളെ, താങ്ക് യു.